നമസ്കാരം. ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയുണ്ട് ഇന്നത്തെ പത്രത്തിൽ. അതായത് 10,000 പേരുൾപ്പെട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ്. അതിന് അജയ്, വിനോദ്, രഞ്ജിത്ത് ഇങ്ങനത്തെ കുറച്ച് അഡ്മിന്മാർ. അത് 10,000 പേരിലെ 4 ഗ്രൂപ്പ് അങ്ങനെ എന്തോ ആണ്. ഈ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സെക്സ് ആവശ്യമുള്ള പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ഈ ഗ്രൂപ്പിൽ മെമ്പറാണെങ്കിൽ നമ്മളുടെ ലൊക്കേഷൻ പറഞ്ഞ് നമ്മളുടെ ടേസ്റ്റൊക്കെ പറഞ്ഞു കൊടുത്താൽ നമ്മളുടെ ഏരിയ തന്നെയുള്ള ആളെ അവർ കണക്ട് ചെയ്ത് തരും. അതായത് ഈ ഊബറൊക്കെ വിളിക്കണ പോലെ നിയറസ്റ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് സെറ്റാക്കി തരും. ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ നടന്നു പോവുക. ഓൺലൈൻ പേയ്മെൻറ്റ്, ആർക്കും ഒരു ഉപദ്രവമില്ല. സെക്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് ഇങ്ങനെ രഹസ്യമായിട്ട് സമൂഹത്തിന് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരുത്തൻ ഈ ഇങ്ങനത്തെ ചെയ്യണ ആൾക്കാരാണല്ലോ സാധാരണ ഞരമ്പന്മാരെന്ന് പറയണത്. ശരിക്കും ഇതിനെ എതിർക്കണത് ഈ ഞരമ്പിനെ, അതായത് ബലമില്ലാത്തവന്മാരാണ്. അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും നിശബ്ദമായിട്ട് അവരവരുടെ കാര്യം കണ്ട് പോണതിന് ആർക്കാണ് ഇത്ര ദണ്ണം? എനിക്ക് മനസ്സിലാവില്ല. ഈ സമൂഹം നന്നാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ കടുത്ത നിയന്ത്രണം വെച്ചാൽ ഈ സമൂഹം നാശമാകുള്ളൂ. കാരണം ഇവിടെ എന്ത് സാധനം നമ്മൾക്ക് നിഷേധിക്കപ്പെടുമ്പോഴാണ് അതിനോട് നമ്മൾക്ക് ആസക്തി കൂടുക. ഇപ്പം ഞാൻ പറയാമല്ലോ, എനിക്ക് പരിചയമുള്ളൊരു സ്ത്രീ, 45 വയസ്സുണ്ടാവും അവൾക്ക്, 45 ഇയേഴ്സ്. ഇവൾക്ക് ഭർത്താവില്ല. ഇവൾക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സെക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ, മെൻ്റലി പ്രോബ്ലം. അതേപോലെ ആണുങ്ങൾക്കും ഉണ്ട്. സെക്സ് ചെയ്തിട്ടില്ലെങ്കിൽ മെൻ്റലി പ്രശ്നങ്ങൾ. ചില ആണുങ്ങൾക്ക് സ്വയംഭോഗം ചെയ്താൽ അവർക്ക് കഴിയില്ല. സ്ത്രീകൾക്കും അങ്ങനെ തന്നെ. അപ്പോൾ അവർക്ക് എന്താ, നാച്ചുറലായിട്ടുള്ള സെക്സാണ് വേണ്ടത്. അതെവിടെ കിട്ടും? അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും രഹസ്യ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അവരവിടെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് പോലീസ് വിചാരിച്ച് എന്തും പിടിക്കാം. കാരണം ഞാൻ പറയട്ടെ, ഈ ഗ്രൂപ്പ് വളരെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരെ മാത്രം എടുക്കണ ഒരു ഗ്രൂപ്പായിരുന്നു. അതിലാരോ ഒന്ന് ഒഴിഞ്ഞു കയറി നാടൊന്ന് നന്നാക്കി കളയാമെന്ന് വിചാരിച്ച്. ചെയ്യണവർ ചെയ്ത് പോയിക്കോട്ടെ എന്നല്ല വിചാരിക്കേണ്ടത്. ഏതായാലും 10-40 വയസ്സായാലും പെണ്ണ് കിട്ടാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. പിന്നെ പെണ്ണ് കെട്ടിക്കൊണ്ട് കാര്യമില്ല. ചില മനുഷ്യന്മാരുടെ ഭാര്യമാർ അസുഖമുള്ളവരായിരിക്കും, സെക്സ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കും. ഒരുപാട് പേഴ്സണൽ പ്രോബ്ലങ്ങളുള്ള ആൾക്കാരുണ്ട്. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അവർ കല്യാണം കഴിച്ചാൽ നല്ലൊരു ഭാര്യ അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവ് ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് ശാരീരികമായിട്ടൊക്കെ ചിലപ്പോൾ പല പ്രോബ്ലം ഉണ്ടാവും. ഈ ഇതൊന്നും നടക്കുന്നുണ്ടാവില്ല. പിന്നെ എല്ലാം സഹിച്ചാണ് ജീവിച്ചോളാം. ഇപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ വേലിചാട്ടം ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത് ആർക്കും ഒരു പേരുദോഷം ഉണ്ടാക്കാണ്ട് അവരിപ്പോൾ കാലങ്ങളായി തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. അവർ അത് കണ്ടിന്യൂ ചെയ്ത് ജീവിച്ചോട്ടെ എന്നല്ല വിചാരിക്കേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ ഏതൊരുത്തന്നെ, ഞാൻ പറഞ്ഞില്ലേ, ഞരമ്പിന് ബലമില്ലാത്ത അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. അവരാണ് ഇതിൻ്റെ എതിര് നിൽക്കുന്നത്. ഒരു സംശയം വേണ്ട.